സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. പിന്നാലെ തന്നെ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പഴയപടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് വീണ്ടും മഴ ശക്തമാകാൻ ഒരുങ്ങുന്നത്. കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതിനാൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ മഴ രൂപപ്പെടാനുള്ള സാധ്യതയുള്ളത്. വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി തന്നെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നും പ്രവചനമുണ്ട്. മധ്യപ്രദേശിന് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദവും ഇവിടെ തുടരുന്നതിനാൽ തന്നെ മഴ കേരളത്തിലേക്ക് ശക്തമായി തന്നെ എത്തുമെന്നതാണ് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. നാളെയും മറ്റന്നാളും നിലവിലെ മഴയിൽ നിന്നും കൂടുതൽ പ്രദേശങ്ങളിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ജില്ലകൾക്കും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതുമാത്രമല്ല കേരള തീരത്ത് അതായത് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആകട്ടെ വിവിധ ജില്ലകൾക്ക് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം ഇവിടെ നടത്തുന്നുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 14-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭ്യമാകുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള സ്ഥലങ്ങളിൽ, കൊല്ലം, ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള സ്ഥലം, അതുപോലെ ആലപ്പുഴ, ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ ഇവിടെ, അതോടൊപ്പം എറണാകുളം, മുനമ്പം മുതൽ മൊറുവാക്കാട് വരെ, തൃശൂർ, ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഈ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ, അതായത് 13/8/2026 വെളുപ്പിനെ 2:30 മുതൽ 1.0 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കാരണം സമീപ ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇത് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പായി തന്നെ എടുത്ത് കടലിൽ പോകുന്നവർ വളരെയധികം സസൂക്ഷ്മമായി തന്നെ പറയുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു രീതി ഇത് കേട്ടുകൊണ്ട് മുന്നോട്ട് വേണം പോകാൻ. പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ്. അത് വലിയ രീതിയിൽ കരയ്ക്കടുപ്പിക്കുന്നതും ആയതിനാൽ തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും തന്നെ ഒഴിവാക്കേണ്ടതാണ് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തീരദേശത്ത് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ വളരെയധികം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം അവിടെ മുന്നോട്ട് നീങ്ങാൻ എന്ന ഒരു അറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.